ബിഗ് ബോസ് മലയാളം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയ വിമർശനം നേരിടേണ്ടി വന്ന മത്സരാർത്ഥി ആര്യനാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്താനുള്ള അവസരം ലഭിച്ചിട്ടും അത് ഉപയോഗിച്ചില്ലെന്ന് മാത്രമല്ല, അനാവശ്യമായ ചില വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇക്കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി മോഹൻലാലിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ മുന്നറിയിപ്പും താരം കേൾക്കേണ്ടി വന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആര്യൻ വിചാരിച്ച വഴിയിൽ ഗെയിം എത്തുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ അവകാശപ്പെടുന്നത്. ഇന്ന് എല്ലാവരും ആര്യനെ വലിച്ചു കീറി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും ആര്യൻ ഉദ്ദേശിച്ചത് തന്നെയാണ് അവിടെ നടന്നതെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നത്. ആ പറയുന്നതിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: ആര്യനെ വലിച്ചു കീറി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവരോട് പക്ഷെ ശരിക്കും ആര്യൻ ഉദ്ദേശിച്ചത് തന്നെയാണ് അവിടെ നടന്നത്. ട്രിമ്മർ കൊടുത്ത് ഊക്കിയതൊഴിച്ച് ആര്യനും ജിസേലും ബിഗ് ബോസിൽ കളിക്കുന്നത് നെഗറ്റീവ് ഗെയിം തന്നെയാണ്. ഹിന്ദി ബിഗ് ബോസിൽ പലരും പരീക്ഷിച്ച് വിജയിച്ച ഒരു തന്ത്രം കൂടിയാണിത്. ഹിന്ദി ബിഗ് ബോസ് കുത്തിയിരുന്ന് കണ്ടുവരുന്ന ആര്യനും ഹിന്ദി ബിഗ് ബോസിൽ കളിച്ച ജിസേലും അത് അതേപടി പകർത്തി കളിക്കുകയാണ്. അതായത് ഇവർ മനഃപൂർവ്വമാണ് നിയമങ്ങൾ തെറ്റിക്കുന്നതും മോഷ്ടിക്കുന്നതും അലമ്പുണ്ടാക്കുന്നതും ശുചിത്വം പാലിക്കാതെ ഇരിക്കുന്നതും. ഇതെല്ലാം കാരണം വീക്കെൻഡ് എപ്പിസോഡ് ആവുമ്പോൾ ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്യുമെന്നും അങ്ങനെ എപ്പിസോഡിന്റെ നല്ല സമയവും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാമെന്നും അവർ കരുതുന്നു. അതിൽ അവർ വിജയിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ലാലേട്ടൻ എടുത്തിട്ട് പൊരിക്കുമ്പോഴും ആര്യന്റെ ആറ്റിറ്റ്യൂഡ്, ബോഡി ലാംഗ്വേജ് നിരീക്ഷിച്ചാൽ മനസ്സിലാവും അവൻ അതെല്ലാം വളരെ സില്ലിയായിട്ടാണ് എടുക്കുന്നതെന്ന്. ആകെ ട്രിമ്മർ കൊടുത്ത് നാറ്റിച്ചപ്പോൾ മാത്രമാണ് ഒരു ചമ്മലൊക്കെ വന്നത്. സിനിമാ മോഹമുള്ള ആര്യന് മലയാളി പ്രേക്ഷകരുടെ മുമ്പിൽ തന്റെ മുഖം പരിചിതമാക്കാനുള്ള ഏറ്റവും വലിയ വേദിയാണ് ബിഗ് ബോസ്. അതിന് വേണ്ടത് കൂടുതൽ സ്ക്രീൻ ടൈമാണ്. മോഹൻലാലിന്റെ വായിൽ നിന്ന് തെറി കേട്ടാൽ കൂടുതൽ റീച്ച് ആവും. സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് കൂടും. ബിഗ് ബോസ് കപ്പ് എടുത്തില്ലെങ്കിലും സിനിമാ ഓഫറുകൾ, ഉദ്ഘാടനങ്ങൾ എന്നിവയെല്ലാം കിട്ടും. ജിസേലിനും ഇതേ ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. ആര്യന്റെയും ജിസേലിന്റെയും ലക്ഷ്യം ബിഗ് ബോസ് കപ്പല്ല, കാശും മാക്സിമം പ്രശസ്തിയും ഫെയിമുമാണ്. ഹിന്ദി ബിഗ് ബോസ് കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബിഗ് ബോസിലേക്ക് വന്ന താരമായിരുന്നു റോബിൻ ബുദ്ധിപൂർവ്വം കളിച്ച ആളാണെന്നും റോബിന്റെ ബുദ്ധി ജിസേലിനും ആര്യനും ഇല്ലെന്നും കൊന്തു ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയിലാകുമെന്നാണ് മലയാളി പ്രേക്ഷകരുടെ അഭിപ്രായം. ഹിന്ദിയിൽ അങ്ങനെ വിജയിക്കും, പക്ഷെ ഇത് കേരളമാണെന്നും ജിസേലിനും ആര്യനും ഒക്കെ ഇവിടെ വിജയിക്കണമെങ്കിൽ റോബിനെ പോലെ ബുദ്ധിപൂർവ്വം കളിക്കണമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഓരോ ബിഗ് ബോസ് കഴിയുമ്പോഴും റോബിനുള്ള ഫാൻസ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഇനി റോബിനെ പോലൊരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് മലയാള ചരിത്രത്തിൽ ഉണ്ടാകുമോ? മറുപടി കമന്റ് ചെയ്യൂ.